ഫസ്റ്റ് സെമസ്റ്റർ BSc ഡിഗ്രി എക്സാമിനേഷൻ നവംബർ 2022 കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറായിട്ടുള്ള ഇൻട്രഡക്ടറി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ അതിലെ പാർട്ട് എ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ 4 മേജർ ഡിവിഷൻസ് ഓഫ് NSSO. ഇപ്പോൾ NSSOയുടെ മേജർ ഡിവിഷൻസ് ഏതൊക്കെയാണ് നോക്കാം. വൺ ഇസ് സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ SDRD. സെക്കൻഡ് വൺ ഇസ് ഫീൽഡ് ഓപ്പറേഷൻസ് ഡിവിഷൻ FOD. തേർഡ് വൺ ഇസ് ഡാറ്റ പ്രോസസ്സിംഗ് ഡിവിഷൻ DPD. ആൻഡ് ദ ഫോർത്ത് ഇസ് കോർഡിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഡിവിഷൻ CPD. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഡാറ്റ. Discrete and continuous data are two classifications of quantitative data. Discrete data is the data that can take only particular values such as integer values. Example, number of students studying in a class, number of marbles in a jar, etc. Continuous data is the data that can take any values within a range. Example, heights of students, lifetime of electric bulbs, etc. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം എനി 2 sources of secondary data. One is official publications of central, state and local governments. Other one is official publications of foreign governments and international bodies like UNO and its subordinate bodies. Fourth question, if the standard deviation of x values is 4, find the standard deviation of 5x minus 4 values. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഓഫ് എക്സ് വാല്യൂസ്. എക്സ് വാല്യൂകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഗിവൺ ആസ് 4. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 5x മൈനസ് 4 വാല്യൂസാണ്. അപ്പോൾ 5x മൈനസ് 4ൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 5 ടൈംസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. 5 ടൈംസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആണ്. ഇവിടെ -4 നമ്മൾ ചെയ്യുമ്പോൾ ക്യാൻസലായിട്ട് പോകും. അപ്പോൾ 5 ടൈംസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് വാല്യൂസ് ഇസ് 4. സോ ദ ആൻസർ ഇസ് 20. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ പാർട്ടീഷൻ വാല്യൂസ്. Partition values are the values that divide the data into a number of equal parts. Different partition values are quartiles, deciles and percentiles. Quartiles എന്ന് പറയുന്നത് ഡാറ്റേനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഡെസൈൽസ് എന്ന് പറയുന്നത് ഡാറ്റേനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് പെർസെൻറ്റൈൽസ് എന്ന് പറയുന്നത് ഡാറ്റേനെ 100 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. Sixth question, define outliers in a box plot. Outliers are values lying between the inner fences and outer fences in a box plot. Next question, find the third central moment of the values 4, 7, 10, 14 and 50. അപ്പോൾ ഇവിടെ നമുക്ക് സെൻട്രൽ മൂമെൻറ്റ്, തേർഡ് സെൻട്രൽ മൂമെൻ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ തേർഡ് സെൻട്രൽ മൂമെൻറ്റിനെ നമുക്ക് μ3 എന്ന് എഴുതാം. μ3 ഇസ് ഈക്വൽ ടു, നമുക്ക് എക്സ് വാല്യൂസ് എക്സൈസ് തന്നിട്ടുണ്ടെങ്കിൽ μ3 ഈസ് 1/n സമ്മേഷൻ i ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു 3 ആണ്. ഇതാണ് μ3 അല്ലെങ്കിൽ തേർഡ് സെൻട്രൽ മൂമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ. അപ്പോൾ നമുക്കിവിടെ എക്സ് വാല്യൂസ് എക്സൈസ് തന്നിട്ടുണ്ട്, ഇതിന്ന് നമുക്ക് μ3 കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് വാല്യൂസ് എഴുതിയിട്ടുണ്ട്. ദീസ് ആർ അവർ എക്സൈസ്. ഇവിടെ ഇതാണ് നമ്മൾ xi വാല്യൂസ്. അപ്പോൾ നമുക്ക് ഈ ഫോർമുലയിൽ നമുക്ക് ആദ്യം എക്സ് ബാർ കണ്ടുപിടിക്കാം അല്ലേ. എക്സ് ബാർ ഇസ് ദ അരിത്തമാറ്റിക് മീൻ. അപ്പോൾ വാട്ട് ഈസ് എക്സ് ബാർ? എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ i ഇസ് ഈക്വൽ ടു 1 to n xi ഡിവൈഡഡ് ബൈ n. അതായത് xiകളെ ആഡ് ചെയ്യുക, n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ xiകളെ നമ്മൾ ആഡ് ചെയ്യാണ്. സമ്മേഷൻ xi i ഇസ് ഈക്വൽ ടു
1 to n xi എന്ന് ചെയ്യുമ്പോൾ ഇവരെ വാല്യൂസിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 50 എന്നുള്ള ആൻസറാണ് കിട്ടുന്നത്. സമ്മേഷൻ xi is equal to 50, therefore x bar is equal to 50 divided by, ഇവിടെ 5 ഒബ്സർവേഷൻസ് ആണുള്ളത്, അപ്പോൾ 50 divided by 5 that is equal to 10. അപ്പോൾ x bar 10 ആണ് അല്ലേ. ഇനി നമുക്ക് അടുത്തതായിട്ട് xi മൈനസ് എക്സ് ബാർ എഴുതാം. അതായത് എല്ലാ വാല്യൂസിൽ നിന്നും, ഇവിടെയുള്ള എല്ലാ വാല്യൂസിൽ നിന്നും ഞാൻ 10നെയാണ് മൈനസ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. അപ്പോൾ xi മൈനസ് 10, 4 മൈനസ് 10 that is minus 6, 7 minus 10 minus 3, 10 minus 10 0, 14 minus 10 4 and 15 minus 10 is 5. അപ്പോൾ xi മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസ് കിട്ടി. നമുക്ക് xi മൈനസ് എക്സ് ബാറിൻ്റെ ക്യൂബാണ് ആവശ്യം. അപ്പോൾ അടുത്ത കോളം നമുക്ക് xi മൈനസ് എക്സ് ബാർ ക്യൂബ് ചെയ്യാം. അപ്പോൾ xi മൈനസ് എക്സ് ബാർ ക്യൂബ് ചെയ്യുമ്പോൾ മൈനസ് 6ൻ്റെ ക്യൂബ് ദറ്റ് ഈസ് മൈനസ് 216, മൈനസ് 3യുടെ ക്യൂബ് മൈനസ് 27, 0ൻ്റെ ക്യൂബ് 0, 4ൻ്റെ ക്യൂബ് 64 ആൻഡ് 5ൻ്റെ ക്യൂബ് 125. അപ്പോൾ നമുക്ക് xi മൈനസ് എക്സ് ബാർ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള കോളം കിട്ടി. നമുക്കിനി അവരുടെ സമ്മേഷൻ i is equal to 1 to n xi മൈനസ് എക്സ് ബാർ ഹോൾ ക്യൂബ്, ഇവരുടെ സമ്മാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവരെ സമ്മ് ചെയ്യുമ്പം നമുക്ക് വരാൻ പോകുന്നത് മൈനസ് 54 എന്നുള്ള വാല്യൂ ആണ്. സോ വാട്ട് ഈസ് mu3? mu3 is equal to 1 by n into summation I is equal to 1 to n xi minus x bar the whole cube, that is equal to 1 by 5 into ഈ സമ്മേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് മൈനസ് 54 ആണ്. ദറ്റ് ഈസ് മൈനസ് 54 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 10.8. ദിസ് ഇസ് അവർ mu3, ദറ്റ് ഈസ് തേർഡ് സെൻട്രൽ മൊമെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ സിമ്പിൾ കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. If we are studying about the strength or the degree of the relationship between only two variables, then the correlation is said to be simple correlation. അടുത്ത question, for two variables x and y, write any two properties of the regression coefficients. First property നമുക്ക് പറയാം, byx is not equal to bxy. That is, regression coefficients are not symmetric. മറ്റൊരു പ്രോപ്പർട്ടി byx into bxy, that is the product of the two regression coefficients is equal to r square, that is square of correlation coefficient. Next question, define time series and write any two of its objectives. Statistical data arranged in order of time, that is chronological order, is called time series. Objectives of time series: to study the past behavior of the phenomena under consideration, to compare the present values with the expected values and analyze the causes of such variations. Define weighted and unweighted index numbers. Simple or unweighted index numbers are used to measure the relative change of the variable when all the values are having equal importance. Weighted index numbers are used to measure the relative changes in the variable when different values have different importance. Next question, write the expression of Marshall-Edgeworth index number. Marshall-Edgeworth index number is equal to summation q0 plus q1 into p1 divided by summation q0 plus q1 into p0 into 100. അതായത് മാർഷൽ എഡ്ജ്വർത്ത് ഇൻഡെക്സ് നമ്പറിൽ നമ്മൾ വെയിറ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് q0 പ്ലസ് q1 ആണ്. വേർ q0 is the base year quantity, q1 is the current year quantity, p0 is the base year price and p1 is the current year price.